ഇന്ന് എൻ്റെ വീട്ടിലെ പറമ്പും ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടാലോ. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ഇത് 2 വീഡിയോ ആയിട്ട് ഇടാനുള്ളതില്ല, പക്ഷേ ഇതെനിക്കൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇടണം എന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ 2001 ഈ വീട്ടിലേക്ക് താമസം മാറുന്നത്, തറവാട്ടിൽ നിന്ന്. അതായത് ഈ വീട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റത്തെ ആഘോഷം എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 1ാമത്തെ ബർത്ത്ഡേ. ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് തെങ്ങുകളും 2 മാവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം ഈ കാണുന്ന കാട് പോലുള്ള മരങ്ങളും മുഴുവൻ എൻ്റെ അച്ഛനും അമ്മയും കൂടി വെച്ചുണ്ടാക്കിയതാണ്. ഈ 10-25 വർഷം കൊണ്ട് ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. ചക്കയ്ക്കും മാങ്ങയ്ക്കൊക്കെ മാമൻ്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് നോക്കിയിരുന്നൊരു കാലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം വേറെ എവിടെ നിന്നും കിട്ടാനില്ല. മാമൻ്റെ വീട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ മാവാണ്. അപ്പോൾ അവിടെ നിന്ന് മാങ്ങ കൊണ്ടുവരുന്നത് നോക്കിയിരിക്കും ഞങ്ങൾ. പക്ഷേ ഇപ്പം അതിനും വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാങ്ങ കിട്ടിയിട്ട് മാങ്ങ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്നതാണ് കേട്ടോ. കാരണം അത്രയധികം വെറൈറ്റി മാങ്ങകളും ചക്കയും ഫ്രൂട്ട്സ്, പലതരം ഫ്രൂട്ട്സും ഞങ്ങളെ വീട്ടിലുണ്ട് കേട്ടോ. പിന്നെ അതല്ലാതെ ജാതിക്ക, പുളി, അടയ്ക്ക മരം, അങ്ങനെ എന്താ പറയുക, ഒരുവിധം സകലമാന സാധനങ്ങളുണ്ട്. ഇനി അമ്മയുടെ ഇല്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ട്, ലൂബിക്ക, ചാമ്പയ്ക്ക, പിന്നെ റംബൂട്ടാൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം ഇല്ല. സത്യം പറഞ്ഞാൽ അത് വെക്കാനുള്ള സ്ഥലമില്ല വീട്ടിൽ. ഇതിനൊക്കെ ഒരു വെയിലൊക്കെ കിട്ടണമല്ലോ. പക്ഷേ ഇന്നത്തെ തവണ പോകുമ്പോൾ അമ്മയ്ക്കത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്കുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങളെ കൊണ്ട് സമയം കിട്ടിയില്ല ഒട്ടും. ഇത് ഞങ്ങളുടെ മുല്ലത്തറയാണ്. രക്ഷസും ഭഗവതിയും കരിനാഗവും മണിനാഗവും ആണ് കേട്ടോ. ഞങ്ങളെ കാക്കുന്ന ദൈവം എന്നാണ് പറയുക. അപ്പോൾ ഞങ്ങൾ രാത്രിയൊക്കെ എന്തെങ്കിലും സൗണ്ട് കേട്ട് പേടിക്കുമ്പോൾ അച്ഛനമ്മയും പറയും, എന്തിനാണ് പേടിക്കുന്നത്, നമ്മളെ കാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഇല്ലേ നാഗങ്ങൾ, എന്തിനാ പേടിക്കുന്നത് ചോദിക്കും. ശരിയാണ് കേട്ടോ. ആ ഒരു ധൈര്യവും വിശ്വാസവും ഒക്കെ ഞങ്ങൾക്കുണ്ട് ഇന്ന് ഈ നിമിഷം വരെ. കൊല്ലത്തിലൊരിക്കലാണ് കേട്ടോ മിഥുന മാസത്തിൽ ഇവിടെ പൂജ ഉണ്ടാവുക. ബാക്കി എല്ലാ ദിവസവും അച്ഛനമ്മയും വിളക്ക് കത്തിക്കും കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളുടെ മുല്ലത്തറയുടെ വിശേഷം. പിന്നെ അച്ഛനിവിടെ ബാക്കിൽ നിറയെ കൊള്ളിയും വാഴയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ജാതിയും എല്ലാവിധ സാധനങ്ങളുണ്ട്. നാരങ്ങയുണ്ട്, നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഓറഞ്ച്, അങ്ങനെയാണ് ഞങ്ങൾ പറയുക, അതിന് വേറെന്തോ പേരുണ്ട്, പക്ഷെ അതും നല്ല ടേസ്റ്റാണ്, അതും ഉണ്ട്. അമ്മയ്ക്ക് ചെറിയ താമരക്കുളമുണ്ട്. അപ്പോൾ പാറമേക്കാവ് അമ്പലത്തിൽ പോയപ്പോൾ അമ്മ എനിക്ക് അവിടെ നിന്ന് താമര പൊട്ടിച്ചു തന്നു കേട്ടോ. അത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീല്. അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും തോന്നിയില്ല, പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായത് നമ്മൾ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞു വന്ന്. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയത് ഇങ്ങനെ ജാതിക്ക് പൊട്ടിക്കാനും പുളി പൊട്ടിക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനും പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യകൂട്ടനും ഇത് ഭയങ്കര ഹരം. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ നിൽക്കട്ടേന്ന്. ഇപ്പോഴൊക്കെയല്ലേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നാട്ടിൽ പോയി കഴിയുമ്പോൾ മാത്രം കിട്ടുന്ന ചില ഭാഗ്യങ്ങളാണ്. അവൻ തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള പോലെ തോന്നി. പിന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അച്ഛൻ തോട്ടിയിട്ട് പൊട്ടിക്കണ കണ്ടിട്ട് അവനും തോട്ടിയിട്ട് പൊട്ടിക്കാനൊക്കെ നോക്കി. പക്ഷെ അവൻ പൊട്ടിക്കണത് ഇലയാണ്. മരത്തിനെ തല്ലിക്കൊഴിക്കാന്നല്ലാതെ അവൻ ഒറ്റ കായ പോലും ഇട്ടില്ല കേട്ടോ, പഴുത്തത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. പക്ഷേ അതർവൈസ് അവനും ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു കേട്ടോ.